ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് സന്ദേശയാത്ര നടത്തി ശാസ്താംകോട്ട MTMM മിഷൻ ഹോസ്പിറ്റൽ ആൻഡ് നഴ്സിംഗ് സ്കൂൾ. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഹൃദയാരോഗ്യം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി സമൂഹത്തിന് സന്ദേശം നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് ജാഥ സംഘടിപ്പിച്ചത്. ശാസ്താംകോട്ട DYSP ഷെരീഫ് ഫ്ലാഗ് ഓഫ് ചെയ്തു ജാഥ ഉദ്ഘാടനം ചെയ്തു. യുനെസ്കോയും ചേർന്നിട്ട് ഇത്തരത്തിൽ സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഹൃദയം. ഇത് മാറ്റിവെച്ചാലും ശരീരത്തിൽ നിന്ന് പുറത്തെടുത്താലും ഒരു പ്രത്യേകത അത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. അത് നിൽക്കുമ്പോഴാണ് നമ്മൾ മരണം എന്ന് നമ്മൾ പറയുന്നത്. അതിന്റെ പ്രവർത്തനം നിൽക്കുമ്പോഴാണ് മരണം എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ പുതിയ ജീവിത ശൈലി ആയപ്പോഴേക്കും അതിന് നിരവധി ആളുകൾ ഇത്തരത്തിൽ ഇതിന് ഹൃദയ അസുഖങ്ങൾക്ക് അടിമപ്പെട്ട് ചികിത്സ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിത ശൈലി നമ്മൾ ചില നിയന്ത്രണങ്ങൾ പാലിച്ചാൽ ഹോസ്പിറ്റലിൽ പോകുന്നതും ഇത്തരത്തിലുള്ള വളരെ മാരകമായ മരുന്നുകൾ നമ്മുടെ ശരീരത്തിൽ ഇഞ്ചെക്ട് ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അത്തരത്തിൽ ഏറ്റവും നല്ല ഒരു പുതിയ ജീവിതശൈലിക്ക് തുടക്കമാകട്ടെ ഈ ലോക ഹൃദയാരോഗ്യ ദിനം 2022 ഈ സെപ്റ്റംബർ 29 എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഹോസ്പിറ്റലിന്റെ ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കും ഞാൻ എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഇത് യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ശാസ്താംകോട്ട ബ്രൂക്ക് ഇന്റർനാഷണൽ സ്കൂൾ ഡയറക്ടർ ഫാദർ എബ്രഹാം തലോത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഹൃദയമാണ്. മറ്റെല്ലാ അവയവങ്ങളും പ്രധാനമാണെങ്കിൽ തന്നെ ഹൃദയത്തിനുണ്ടാകുന്ന അസ്വസ്ഥതകള്, ആരോഗ്യപരമായ പ്രശ്നങ്ങള് പെട്ടെന്ന് മനുഷ്യരെ നമ്മളെല്ലാവരെയും വളരെയേറെ ഭയപ്പെടുത്തും. ഇപ്പം ഒരു ആക്സിഡന്റ് പറ്റി കാല് ഒടിഞ്ഞാലോ ചതഞ്ഞാലോ അത്ര ഭയമില്ല. 2 മാസം പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞാല് ഉടനെ അത് ശരിയാകും. എന്നാൽ ഹാർട്ടിന് ഒരു നിസ്സാരമായ പരിക്ക് പറ്റിയാല്, കുഴപ്പം പറ്റിയാല് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരുന്നു. അതുപോലെ തുടർച്ചയായ പരിശോധനകൾ ആവശ്യമായി വരുന്നു. തുടർച്ചയായിട്ട് നമുക്ക് ഒരു രോഗി എന്നുള്ള ഒരു ഫീലിംഗ് അറിയാതെ തന്നെ നമ്മുടെ മനസ്സിൽ സൈക്കോളജിക്കലായിട്ട് നമ്മളെല്ലാം ഒരു ഹൃദയരോഗിയാണെന്ന് പറയുമ്പോഴ് ആ പറച്ചിലിനകത്ത് എന്തൊക്കെയോ ഒരു നെഗറ്റീവ്നെസ് അവിടെ കാണാനായിട്ട് മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് മനസ്സിലേക്ക് വരും. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ എബ്രഹാം വർഗീസ്, സെക്രട്ടറി ജെയിംസ് നലില, ട്രഷറർ അനിൽ മത്തായി, ഡോക്ടർ സഞ്ജയ് രാജു, ഓപ്പറേഷൻ മാനേജർ ജോബിൻ K. തോമസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. ശരി ശരി. ശരി ശരി. ശരി ശരി. ഷെമിയാസ് കുമാർ, ദൃശ്യ ന്യൂസ്, ശാസ്താംകോട്ട. Thank you.
Come on,